20 മന്ത്രിമാരും മുഖ്യമന്ത്രിയും തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വലിയ ആഘോഷത്തോടെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് ഉറപ്പായി. മന്ത്രിമാരുടെ പട്ടിക ഞായറാഴ്ച ഉച്ചയ്ക്ക് ഗവർണർ രാജേന്ദ്ര ആർലേക്കർക്ക് സമർപ്പിക്കുമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഗവർണർക്ക് പട്ടിക സമർപ്പിക്കും മുമ്പ് മാധ്യമങ്ങളെ ആദ്യം അറിയിക്കുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഇതുവരെയുള്ള ധാരണയനുസരിച്ച് രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വകുപ്പ് നൽകുമെന്ന് അറിയുന്നു. കെ.സി. വേണുഗോപാൽ ചെന്നിത്തലയുമായും സതീശനുമായും നടത്തിയ ചർച്ചയിൽ ഇത് സംബന്ധിച്ച ധാരണയായിട്ടുണ്ടെന്നാണ് അറിയുന്നത്. കോൺഗ്രസ് മന്ത്രിമാരുടെ കാര്യത്തിൽ 1-2 ഒഴികെ തീരുമാനമായി എന്നാണ് റിപ്പോർട്ടുകൾ. സണ്ണി ജോസഫ്, കെ. മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, എ.പി. അനിൽകുമാർ, പി.സി. വിഷ്ണുനാഥ്, ചാണ്ടി ഉമ്മൻ, ബിന്ദു കൃഷ്ണ, എം. ലിജു എന്നിവരുടെ കാര്യത്തിൽ തീരുമാനമായി. ഇനി 2 ഇന്നു രാത്രിയോ നാളെ രാവിലെയോ തീരുമാനമാവും. പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് 5 മന്ത്രിസ്ഥാനത്തിന് പിടിമുറുക്കുന്നുണ്ട്. എന്നാൽ 4 കിട്ടാനിടയുള്ളൂ. പി. കെ. കുഞ്ഞാലിക്കുട്ടി, കെ. എം. ഷാജി, എൻ. ഷംസുദ്ദീൻ, പാറയ്ക്കൽ അബ്ദുള്ള എന്നിവർ മന്ത്രിമാരാകും. 5ാം മന്ത്രിസ്ഥാനമുണ്ടെങ്കിൽ വി. ഇ. അബ്ദുൾ ഗഫൂറോ എ. കെ. എം. അഷ്റഫോ മന്ത്രിയാകും. പ്രതീക്ഷിച്ചിരുന്ന പി. കെ. ബഷീറിന് അതുണ്ടാവില്ല. കേരള കോൺഗ്രസ് പി. ജെ. ജോസഫ് വിഭാഗം 2 മന്ത്രിസ്ഥാനത്തിന് പിടിമുറുക്കുന്നുണ്ടെങ്കിലും 1 കിട്ടാനിടയുള്ളൂ. അങ്ങനെയെങ്കിൽ മോൻസ് ജോസഫ് മന്ത്രിയാകും. ആർ.എസ്.പിയുടെ ഷിബു ബേബി ജോൺ ഉറപ്പായി. CMPയുടെ CP ജോൺ മന്ത്രിയാകും. കേരള കോൺഗ്രസ് ജേക്കബിലെ അനൂപ് ജേക്കബും പാലായിൽ ജയിച്ച മാണി സി കാപ്പനും ടേം വ്യവസ്ഥയിൽ 2.5 വർഷം വീതം മന്ത്രിമാരാകും. മറ്റുള്ളവരുടെ കാര്യത്തിൽ രാത്രിയോടെയോ നാളെ രാവിലെയോ തീരുമാനമാകും. ഞായറാഴ്ച ഉച്ചയ്ക്ക് ഗവർണർക്ക് പട്ടിക നൽകേണ്ടതുണ്ട്.